തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധ കാരണമാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ശിവപ്രിയയുടെ കുഞ്ഞുമായി ബന്ധുക്കൾ ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ശിവപ്രിയക്ക് ആശുപത്രിയിൽ നിന്നല്ല അണുബാധയേറ്റതെന്ന് SAT ആശുപത്രി അധികൃതർ പറഞ്ഞു. ഉന്നതതല അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രി അധികൃതരുമായി കുടുംബം വീണ്ടും ചർച്ച നടത്തുകയാണ്. ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവരെന്തിനാണ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നോക്കി അത് ചികിത്സിച്ചിട്ട് വിട്ടാൽ പോരെ, അല്ലാതെ ആ ഒരു ഇൻഫെക്ഷൻ ഇത്രയും വലുതാവൂലല്ലോ. അതുമല്ല, ഈ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 4 ദിവസം എടുത്ത്. ഈ 4 ദിവസം കൊണ്ട് തന്നെ പേഷ്യന്റ് എവിടെയൊക്കെ പടരണോ അവിടെയൊക്കെ പടർന്നിട്ടുണ്ട്. ഇവിടുന്ന് പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അവൾ പറഞ്ഞത്. അവർ കറക്റ്റാ നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് വിട്ടതെന്ന് തോന്നുന്നത്. ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അസിനറ്റോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ബാക്ടീരിയയാണ്. ഒരു തരത്തിലും ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അണുവിമുക്തമായിട്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്താണ് സംഭവിച്ചത്? അത് കൂടാതെ ഈ കുട്ടി വീട്ടിൽ പോയതിനു ശേഷമാണ് പനിയും ഛർദിലുമായിട്ട് വന്നിരിക്കുന്നതും. അത് വന്നപ്പോൾ തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ഇൻട്രാപാർട്ടം ഒരു സെപ്സിസിന്റെ ഒരു ലക്ഷണങ്ങളും പ്രസവ മുറിയിൽ സമയത്ത് അവൾക്ക് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളില്ല. ഉള്ളു പരിശോധിച്ച് നോക്കി, ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട്സോ അഴുക്കോ ഒന്നുമില്ല. അപ്പോൾ എപ്പിസിയോട്ടമി നന്നായി തന്നെ തയ്ച്ചിരിക്കുന്നതായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിയെ തിരിച്ച് വാർഡിലേക്ക്, O4ന്റെ വാർഡിലേക്ക് തിരിച്ച് അയക്കുന്നത്. SAT ആശുപത്രിയിൽ നിന്ന് RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ശിവപ്രിയയുടെ മരണത്തിൽ അണുബാധയേറ്റത് ആശുപത്രിയിൽ നിന്നല്ല എന്ന് പറഞ്ഞൊഴിയുകയാണോ SAT ആശുപത്രി അധികൃതർ? ഇതിപ്പോൾ 3ാം വട്ട ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവപ്രിയയുടെ ബന്ധുക്കളൊപ്പം BJP നേതാവ് E മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് DMEയും ആശുപത്രി സൂപ്രണ്ടും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞു, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഇതിൽ കഴിയും എന്നുള്ളതിലാണ് ചർച്ച തുടരുന്നത്. സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ഇതിൽ വേണമെന്നാണ് കുടുംബത്തിന്റെയും BJPയുടെയും ആവശ്യം. അതിൽ മേലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ചർച്ച വിജയിച്ചാൽ മാത്രമേ ഈ പറയുന്ന പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കാൻ BJP തയ്യാറാവുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്നാണ് നേരത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായിട്ട് എത്തിയിരുന്നു. അവർ ഇവിടെ നിന്ന് പോയത്. പക്ഷേ BJP പ്രവർത്തകർ ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയായിരുന്നു. ശിവപ്രിയയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഈ അണുബാധ അത് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും. അതുകൊണ്ട് ഈ വീഴ്ച ആശുപത്രി സമ്മതിക്കണമെന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം ഇതിൽ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ. കാരണം ഈ ആശുപത്രിയിൽ നിന്ന് പോയ ശേഷം വീട്ടിലെത്തിയ ശേഷമാണ് ശിവപ്രിയയുടെ ആരോഗ്യനില മോശമാവുകയും ഈ പനിയും വയറിളക്കവും മറ്റുമൊക്കെ ഉണ്ടാവുകയും തുടർന്ന് പിറ്റേ ദിവസം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ആശുപത്രിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല.